ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അക്ഷരദീപം ബുക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? മിസ് പറഞ്ഞത് വരെയുള്ളത്? യെസ്. ഓക്കെ, കുറെ പേരുടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. എല്ലാരും നന്നായി എഴുതുന്നുണ്ടേ. അപ്പൊ ആ വേർഡ്സ് ഒക്കെ പറഞ്ഞാ മക്കൾക്ക് അറിയോ ഇപ്പൊ എഴുതാൻ? അറിയോ? ഏതൊക്കെ വേർഡ്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? തറ, പന, വല, മല, വര, പറ, പത, പറവ. ഓക്കെ, അത്രയും വേർഡ്സ് ഓർമ്മയുണ്ടോ? ഇനി ഡിക്റ്റേഷൻ ഇട്ട് കഴിഞ്ഞാല് യെസ്. ഓക്കെ, പഠിച്ചിട്ടുണ്ട് എല്ലാവരും? ഓക്കെ, എങ്ങനെയാണ് എഴുതുന്നത് അറിയോ? നിങ്ങൾ കാണാതെ എഴുതി പഠിക്കണമെന്നൊന്നുമില്ല. പഠിക്കുക, അപ്പൊ നമുക്ക് എഴുതാൻ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കുറിഞ്ഞിപ്പൂച്ചയുടെ ഒരു ചെറിയ കുറച്ച് വരി പദ്യമായിരുന്നു അല്ലെ നമ്മൾ പഠിച്ചത്? ഓക്കെ, എന്തായിരുന്നു അത്? ആരാ ഇന്നത് പാടുന്നത്? ഓക്കെ, വൈകിയാണോ? ഓക്കെ, ഇഷാനിയാണോ? ഓക്കെ, മിസ് ഒരാളോട് പറയൂ കേട്ടോ. ഇന്ന് നോക്കട്ടെ എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഇന്ന് വൈകിയാണല്ലോ ഇത് പാടുന്നത്. നോക്കട്ടെ. എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച, കൺമശി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാൽ. എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, വെരി ഗുഡ്. നന്നായി പാടിയിട്ടുണ്ട് അല്ലേ വൈഗക്കുട്ടി? എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ വൈഗക്ക്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് പഠിച്ചിട്ടുണ്ടല്ലേ? അതുപോലെ എഴുതാൻ അക്ഷരങ്ങൾ പഠിച്ചോ എല്ലാ മക്കളും? ഓക്കെ, അപ്പൊ നമ്മക്ക് ഇന്ന് ആരാ ഇനി പാടുന്നോ? ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ടോ? യെസ്, ഇഷാനി ഇതാ കൈപൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അയ്യോ റിയാൻ, എല്ലാരും പഠിച്ചു അല്ലേ? എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലൊരു കടപ്പാണ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവാണ്, പൂങ്കുല പോലൊരു വാലാണ്. എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, കുറിഞ്ഞിപ്പൂച്ചയുടെ കുറെ കാര്യങ്ങളാണ് അല്ലേ നമ്മൾ പഠിച്ചത്? നെക്സ്റ്റ് ആരാ? ഇവിടെ ഷാസില് കൈ വെക്കുന്നുണ്ട് അല്ലേ? എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാല്. എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാരും ക്ലാപ്പ് കൊടുത്തേ. മിസ് പറയാൻ നിൽക്കരുത് കേട്ടോ. നമ്മൾ മറ്റുള്ളവര് നല്ല പ്രവൃത്തി ചെയ്ത് എന്ത് ചെയ്യണം? അതിനെ അംഗീകരിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ക്ലാപ്പ് കൊടുക്കണം കേട്ടോ എല്ലാവരും. നെക്സ്റ്റ് ആരാ? ഇവിടെ കൈ പൊക്കിയെടുത്ത് തന്നെ പിടിച്ചിട്ടുണ്ട് ആദിഷ്. ആദിഷ് എന്നാ പാടിക്കോ ആദിഷേ. കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച, കമ്മഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാല്. എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, വെരി ഗുഡ്.
ക്ലാപ്പ് കൊടുത്തേ എല്ലാവരും. നെക്സ്റ്റ് ഫാത്തിമ ജാബിർ. എന്റെ കുറിഞ്ഞിപ്പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിൽ പോലൊരു നാവ്, പൂങ്കുല പോലൊരു കഴിഞ്ഞോ ഫാത്തു? എന്റെ കുറി ഓക്കെ. എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, വെരി ഗുഡ്. ഫാത്തിമ നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആരാ? ഡെൽവിൻ ബിജു ഇവിടെ. അയ്യോ, നിങ്ങൾ ഇന്നലെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് കണ്ടു അല്ലേ? ഡെൽവിൻ. എന്റെ കുറിഞ്ഞ പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച, കണ്ണുകൾ രണ്ടും മഞ്ഞ, കമ്മശി പോലെ കറുപ്പ്, പൂകളെ പോലൊരു വാല്, പൂങ്കുല പോലൊരു വാല്, പോലൊരു നാവ്. എന്റെ കുറിഞ്ഞ പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. വെരി ഗുഡ്. ഇനി ആർക്കാ പാടണമെന്ന് ആഗ്രഹമുള്ളത്? ലുബാബക്ക്. എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച, കമ്മശി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവ് പോലൊരു നാവ്, പൂങ്കൊല പോലൊരു വാലി. എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? റിയാനൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ, ഇവിടെ പോയി? റിയാൻ. എന്റെ ഒരു കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച, കമ്മശി പോലൊരു കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിൽ പോലൊരു വാല്, നാവ്, പൂങ്കുല പോലൊരു വാല്. എന്റെ കുറിഞ്ഞി പൂച്ച. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആയിഷ മാന. ആയിഷ, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ്. എന്റെ കുറിഞ്ഞി പൂച്ച എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാല്. എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ഇവിടെ ആദിശ്രീ. എല്ലാ മക്കളും കൈവക്കുവാണല്ലേ? എന്റെ പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച, കമ്മശി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാല്. എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഏദൻ തോമസ് അല്ലേ? ഏദൻ, ഇതാ ഇവിടെ വെയിറ്റ് ചെയ്യണ ആള്. എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച, കണ്ണ് രണ്ടും മഞ്ഞ, പൂവിതൾ പോലെ
എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അൻവിത പ്രജീഷ്. എന്റെ കുറിഞ്ഞി പൂച്ച എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിത പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാല്, എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് മെഹ്ഫൂസ് അലി. മുഹമ്മദ് മെഹ്ഫൂസേ. കുഞ്ഞി പൂച്ച അന്തസ്സുള്ള പൂച്ച, കമ്മശി പോലെ കറുപ്പ്, കണ്ണ് രണ്ടു മഞ്ഞ, പൂവിന്റെ പോലെ മനാവ്, പൂവിന്റെ പോലെ വാല്, എന്റെ കുഞ്ഞി പൂച്ച അന്തസ്സുള്ള പൂച്ച. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? എന്റെ എല്ലാരും കൈപൊക്കി മടുത്തോ? ഏതൻ ജെ മാത്യു. എന്റെ കുഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിലെ പോലൊരു നാവ്, പൂങ്കില പോലൊരു വാല്, എന്റെ കുഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് ഷഹൽ. എന്റെ കുറിഞ്ഞി പൂച്ച പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിലെ പോലത്തെ നാവ്, പൂവിലെ പോലത്തെ വാല്, എന്റെ കുഞ്ഞി പൂച്ച എന്റെ സുള്ള പൂച്ച. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആദിയ മധു. എന്റെ കുഞ്ഞി പൂച്ച എന്റെ കുഞ്ഞി പൂച്ച അന്തസ്സുള്ള പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണ് രണ്ടും മഞ്ഞ, പൂവുകൾ പോലെ നാവ്, പൂന്തുല പോലെ വാല്, എന്റെ കുഞ്ഞി പൂച്ച അന്തസ്സുള്ള പൂച്ച. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നിഡാഷ പ്രണബ്. എന്റെ കുഞ്ഞി പൂച്ച പൂച്ച കണ്ണുകൾ കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ട് മഞ്ഞ, പൂവുകൾ പോലെ നാവ്, ഓക്കെ. എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, നെക്സ്റ്റ് ഹേൽജോ ഫെലിക്സ്. ഹേൽജോ. എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ള പൂച്ച, കമ്മശി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവില് പോലെ നാവ്, പൂവിൽ പോലെ വാല്, എന്റെ കുഞ്ഞി പൂച്ച അന്തസ്സുള്ള പൂച്ച. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ. എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച,
കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലെ നാവ്, പൂങ്കിളി പോലൊരു വാല്, അന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഏബൽസിൻഡോ. ഏബൽസിൻഡോ അൺമ്യൂട്ട് ചെയ്തോ മോനെ. എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലെ പാല്, എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, നെക്സ്റ്റ് ഉമർ ജാഫർ. എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ള പൂച്ച, കണ്ണുകൾ പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിട്ട് പോലെ നാവ്, പൂങ്കുല പോലെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഐവിൻ ജോസഫ്. ഐവിൻ, എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പാല്, എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നൂഹാസ്മിൻ. നൂഹക്കുട്ടി. എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലെയൊരു നാവ്, പൂങ്കുല പോലെയൊരു വാല്, എന്റെ കുറിഞ്ഞി പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച. വെരി ഗുഡ് ന്യൂഹ. നെക്സ്റ്റ് അഭിനവ്. അഭിനവ് മോൻ പാടിയേ. പൂച്ച, കൺമഷി പോലൊരു കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവുകൾ പോലൊരു നാവ്, പൂങ്കുല പോലൊരു നാവ്, എന്റെ കുറിഞ്ഞി പൂച്ച, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാ മക്കളും നന്നായി പാടിയിട്ടുണ്ട്. എല്ലാവരും പാടിയില്ലേ? നെക്സ്റ്റ് നമുക്ക് അടുത്ത നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ് ഇല്ലേ, അപ്പോഴൊക്കെ എന്ത് ചെയ്യണം എല്ലാ മക്കളും? വല, തറ, പറ, പന ഒക്കെ കാണാതെ എഴുതാൻ പഠിക്കണേ. ഒരു ചെറിയ ഡിക്റ്റേഷൻ ഇടാ കേട്ടോ അടുത്ത വൈകുന്നേരത്തെ ക്ലാസ്സില്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള എന്താണെന്നറിയോ നിങ്ങൾക്ക്? വായിക്കാം എഴുതാം എന്നുള്ള അടുത്ത പേജാണ്, അതായത് 13ാമത്തെ പേജ്. അത് പഠിക്കുന്ന എല്ലാവരും നല്ല മക്കളായി ഇവിടെ ശ്രദ്ധിച്ചേ അല്ലേ? നമ്മൾ കുറച്ച് വലിയ മക്കളാവുകയാണല്ലേ. അപ്പൊ എന്ത് നമുക്കിനി ചിഹ്നങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? ചിഹ്നങ്ങൾ നമ്മൾ ഇത്രയും നാൾ എന്താ പഠിച്ചത്? സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? LKG ക്ലാസ്സിൽ സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളെ പഠിക്കാനുണ്ട് അല്ലേ? പിന്നേതാ ചില്ലക്ഷരങ്ങൾ പഠിക്കാനുണ്ട്. ചില്ലക്ഷരങ്ങൾ ഓർമ്മയുണ്ടല്ലോ, അമ്മ പഠിച്ചതല്ലേ? മലയാളത്തിൽ 5 എണ്ണാണുള്ളത്. ഇൻ, ഇൽ, ഇൻ, ഇൽ. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ LKG ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇപ്പൊ ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് ചിഹ്നങ്ങള് പഠിക്കാനുണ്ട്. ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? വ്യഞ്ജനങ്ങളുടെ കൂടെ സ്വരങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഉച്ചാരണമാണ് അല്ലേ? അപ്പൊ എങ്ങനെയാ?
പ്ലസ് ആ എന്നൊക്കെയാണ്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തുമ്പോഴേക്ക് പഠിക്കാം. അപ്പൊ ഇപ്പൊ ചിഹ്നങ്ങൾ ജസ്റ്റ് ഒന്ന് മിസ് എങ്ങനെയാണത് വായിക്കുവാന്ന് അറിയാൻ വേണ്ടി കാണിച്ചു തരുവാണേ. അപ്പൊ എന്ത് ചെയ്യാ മക്കൾ ശ്രദ്ധിക്കണം. അപ്പൊ അടുത്ത പേജ് ഏത് 13 കണ്ടോ നമ്മുടെ all of you take your text. ഇപ്പൊ ടെക്സ്റ്റില് 13ാമത്തെ പേജിലുണ്ട് എന്ത് വായിക്കാം എഴുതാം എന്നത്. അപ്പൊ ഫസ്റ്റ് വൺ നമ്മള് പഠിച്ച അക്ഷരമാണ്. കണ്ടോ നിങ്ങള് എല്ലാവരും നോക്കിയേ എന്താണ് പിക്ചറിലുള്ളത്? ഫസ്റ്റ് ഉള്ളത് എന്താണ്? എന്താണ് അവിടെ ഉള്ളത്? മാ ആണല്ലേ. മാക്ക് ആ എന്ന ചിഹ്നം അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാ, പിന്നെ ഏതാക്ഷരം? ലായാണ് അല്ലെ, നമ്മൾ പഠിച്ചല്ലേ അത്, യാ എന്ന അക്ഷരം. അപ്പൊ മാല, അങ്ങനെയാണല്ലേ, മാല എന്നാണ് അവിടെ ഉള്ളത്. അപ്പോ മാലയുടെ പിക്ചറിലോട് നിങ്ങൾ വേഗം നോക്കി വായിക്കൂ അല്ലെ, ചിഹ്നങ്ങളൊന്നും നോക്കാതെ. അപ്പൊ നമ്മൾ പഠിച്ച അക്ഷരങ്ങളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? മായും ലായും. അതിന്റെ ഇടയിൽ കണ്ടോ ഒരു ആ എന്ന ചിഹ്നമാണ് അത്, ആ എന്ന ചിഹ്നം അല്ലെ. എങ്ങനെയാ ഈ ആ എന്ന ചിഹ്നം നമുക്ക് നോക്കാം. ഓക്കെ, ആ എന്ന ചിഹ്നം എങ്ങനെയാ മക്കളെ യൂസ് ചെയ്ത് നോക്കാം നമുക്ക് അല്ലെ. എഴുതുവാന്ന് ദാ ഇങ്ങനെ എടുത്ത്, സോറി അതല്ല, മൗസും ശരിയാവുന്നില്ല. ഓക്കെ, വലിച്ചു വരും. ആ കണ്ടോ ചിഹ്നങ്ങള്? ചിഹ്നം ഏതാന്ന് കണ്ടോ? ഫസ്റ്റ് വൺ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആ എന്ന ചിഹ്നം, അതായത് സ്വരാക്ഷരങ്ങളിൽ രണ്ടാമത്തെ അക്ഷരമാണ് ആ എന്ന അക്ഷരം അല്ലെ. നിങ്ങൾക്കറിയാലോ, നമ്മൾ പഠിച്ച അക്ഷരം ഏത്? രണ്ടാമത്തെ അക്ഷരം ഓക്കെ, ഇതാണല്ലോ ആ. ആണോ മക്കളെ? യെസ് ഓർ നോ? എല്ലാരും മിസ് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? ആണോ ഉമ്മറേ? ഇതാണോ സ്വരാക്ഷരങ്ങളിൽ രണ്ടാമത്തെ? യെസ്, ആ എന്ന അക്ഷരമാണ് അല്ലേ. ഓക്കെ, അപ്പൊ അതിന് നേരെ ഹൈഫൺ ഇട്ടിട്ട് ഇതാ ഇതിന് കണക്കായിട്ടാണ് ഈ ചിഹ്നം കണ്ടോ, ഇതാ ഇങ്ങനെയാണ് ഇടുക. അപ്പൊ മാ കഴിഞ്ഞ് നമ്മുടെ പിക്ചറിൽ എന്താ ഉള്ളത്? ആ എന്ന ചിഹ്നം ഉണ്ട് അല്ലേ, ആ എന്ന ചിഹ്നം, ആ എന്ന ചിഹ്നം. എന്നിട്ട് ഏതാക്ഷരം? ല അല്ലെ. ലായും മായും നമ്മൾ പഠിച്ചാണ്, മറന്നു പോകരുത്. അപ്പൊ മാല. എന്താ വായിക്കോ ഫസ്റ്റ് വൺ? നോക്കിയ മിസ് ഏതാ പറയുന്നത് കണ്ടോ? എവിടെയാണ്? ഇതാ ഫസ്റ്റിൽ ഈ നടുക്ക് കണ്ടോ റെഡിങ്കിൽ എഴുതിയത്? അതാണ് ചിഹ്നം. റെഡ് കളറിൽ കണ്ടോ എഴുതിയിട്ട്? മാക്കും ലാക്കും ഇടയില് ആ എന്ന ചിഹ്നം അല്ലെ, അതാണ് ഇപ്പൊ മിസ് ഇവിടെ എഴുതിയത്. ഉണ്ടോ? കാണുന്നുണ്ടോ മക്കളെല്ലാവരും? ഓക്കെ, ഇതാണ് ആ എന്ന ചിഹ്നം. ഓക്കെ, ഈ ഒറ്റൊരു ചിഹ്നം നമ്മൾ ഇന്ന് പഠിച്ചുള്ളൂ, മാല. അപ്പൊ മാ എഴുതി. അപ്പൊ മായാണെങ്കിൽ എന്താവും? മാ. നെക്സ്റ്റ് വായാണെങ്കിൽ എന്താവുക അഭിനവേ? വാക്ക് ആ എന്ന ചിഹ്നൂട്ട എന്താവും? എന്താ വായിക്കും? വാന്നല്ലേ വായിക്കുക. വാക്ക് ആ എന്ന ചിഹ്നം യൂസ് ചെയ്യുക എന്താ? വാ. നെക്സ്റ്റ് രായാണെങ്കിൽ എന്താ ഐവിൻ? എന്ത് വായിക്കൂ നമ്മള്? രാക്ക് ആ ചിഹ്നൂട്ട രാ. ഓക്കെ, വെരി ഗുഡ് അല്ലേ. ഇതാ എക്സാമ്പിള്. രാ. നെക്സ്റ്റ് തായാണെങ്കിൽ ഓക്കെ, എല്ലാ മക്കൾക്കും മനസ്സിലായോ? വായാണെങ്കിൽ എന്ത് വായിക്കും? വാ. ഓക്കെ, ഇതാണ് ആ ചിഹ്നം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചേതാ? മാല. മാ എഴുതി, നെക്സ്റ്റ് ആ എന്ന ചിഹ്നം യൂസ് ചെയ്തു, ല ഇട്ടു, മാല. എന്താ വായിക്കുക? മാല. മാല.
അല്ലേ? ഇനിയാണെങ്കിൽ പായാണെങ്കിലോ? ഇപ്പൊ ഇവിടെ പാ ഇതുണ്ടോ? പാ എഴുതി, എന്നിട്ട് ആ എന്ന ചിഹ്നം യൂസ് ചെയ്തു. നെക്സ്റ്റ് ഇല്ല, എന്താണ്? എന്ത് വായിക്കും? പാല, പാല. നെക്സ്റ്റ് വൺ പാ എഴുതി, ആ ചിഹ്നം ഇവിടെ ശ്രദ്ധിക്കണേ എല്ലാ മക്കളും. നെക്സ്റ്റ് വായാണെങ്കിൽ എന്ത് വായിക്കും മക്കളെ? മിസ് ചോദിക്കുന്നവര് പറയണേ. ആദ്യ വായിക്കുക, ആദ്യ ഇതെന്ത് വായിക്കും? പാവ. ഓക്കെ, വെരി ഗുഡ്, പാവ. നെക്സ്റ്റ് അല്ലേ? എന്താ? സോറി, ഇതെന്ത് വായിക്കും മക്കളെ? വായിക്കണം, അവിടെ കിടക്കാതെ വായിച്ചേ. അല്ലേ? പദയാണോ? പാദ. എന്താ ഇഷാനി വായിക്കുക? എന്ത്? പാദ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ആ എന്ന ചിഹ്നമാണ് പഠിച്ചത്. ഇതാണ് ആ എന്ന ചിഹ്നം. ഇങ്ങനെയാണ് ഏത് അക്ഷരത്തിലും ഈ ഒരു ചിഹ്നം യൂസ് ചെയ്ത് ആ എന്ന ഉച്ചാരണം വരും. ഓക്കെ, പാവ, പാദ. ഓക്കെ, മനസ്സിലായോ മക്കളെ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച ആ എന്ന ചിഹ്നം അല്ലേ? ആ എന്ന ചിഹ്നം പഠിച്ചു. അപ്പൊ ഫസ്റ്റ് വൺ മാല. ഇവിടെ ഉദാഹരണം താഴെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ. പാവ, പാദ. പാവ, പാദ, താഴെ കോളത്തില്. നെക്സ്റ്റ് നമുക്ക് ചിരി എന്നുള്ളത് വരണം. പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ എന്ന ചിഹ്നം പഠിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് പഠിക്കാം. അപ്പൊ ഇപ്പൊ ഏതാ പഠിച്ചത്? ആ എന്ന ചിഹ്നം എഴുതുക. ഒന്നെല്ലാവരും സ്ലേറ്റിൽ എഴുതി കാണിച്ച ആ എന്ന ചിഹ്നം മാത്രം. All of you take your slate and write. ആ എന്ന ചിഹ്നം ഒന്ന് എഴുതി കാണിച്ചേ മിസ്സിനെ. എല്ലാവരും. ആദ്യ കുട്ടി എവിടെ സ്ലേറ്റ്? ആ ഏതിലെങ്കിലും എഴുതിയാ മതി, സ്ലേറ്റ് അല്ലെങ്കിലും. ഷോമി ഉയർത്തി കാണിച്ച എല്ലാ മക്കളും മിസ്സിനെ നോക്കട്ടെ. ആ എന്ന ചിഹ്നം മാത്രം. ആ, വെരി ഗുഡ്. മുഹമ്മദ് ഷാസിൽ എഴുതിയിട്ടുണ്ട്, വൈഗ എഴുതി. നെക്സ്റ്റ് ഇഷാനി ഷാനു എഴുതിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അൻവിത കുട്ടി എഴുതി, വെരി ഗുഡ്. നെക്സ്റ്റ് റിയാൻ, വെരി ഗുഡ്. ലുബാബ് എഴുതിയിട്ടുണ്ട്, സൂപ്പർ, വെരി ഗുഡ്, വെരി ഗുഡ്. ഫാത്തിമ ജാബിർ, വെരി ഗുഡ്. വൈഗ എഴുതിയാ? എഴുതി. ഫാത്തിമ മെഹറിൻ എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. മനസ്സിലായോ? സിൻഡോ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? നൂഹ കുട്ടി എഴുതിയില്ലേ? എഴുതിയേ? ഏതും ഇല്ല എഴുതാൻ. ഏതെങ്കിലും ഒന്നിൽ എഴുതിക്കോ, സ്ലേറ്റ് ഇല്ലെങ്കിൽ. കുറച്ച് വലുപ്പത്തിൽ എഴുതിയാൽ മതി, അപ്പൊ മിസ് കാണും. അൻവിത എഴുതിയോ? ആദിശ്രീ എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. ഐവിൻ ജോസഫ്, വെരി ഗുഡ്. അഭിനവ്, വെരി ഗുഡ്. ഏതൻ തോമസ്, വെരി ഗുഡ്. മുഹമ്മദ് മെഹഫൂസ് അലി എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് ഷഹൽ, വെരി ഗുഡ്. ഓക്കെ, ഡെൽവിൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും മാ എന്ന ചിഹ്നം മനസ്സിലാക്കി വെച്ചു അല്ലെ? അപ്പൊ മാല ഏതൊക്കെ? മാ എന്ന അക്ഷരം വേണം, ല എന്ന അക്ഷരം വേണം, അതിന്റെ ഇടയിൽ ആ എല്ലാവർക്കും മനസ്സിലായോ? അത് ഇനി എക്സാമ്പിൾ നിങ്ങൾ പറയണ കേട്ടോ. അടുത്ത് നമ്മൾ ഓരോന്ന് ചിഹ്നങ്ങൾ മിസ് പഠിപ്പിക്കുമ്പോ നിങ്ങൾ വെരി ഗുഡ് അൻവിത. അപ്പൊ എക്സാമ്പിൾ ഉദാഹരണങ്ങൾ നിങ്ങൾ പറയണേ. നിരാശ വലുപ്പത്തിൽ എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് ഷഹൽ എഴുതിയല്ലേ? ഏതൻ തോമസേ എഴുതിയോ?
അപ്പൊ നമ്മൾ ഇന്ന് മാല ആ എന്ന ചിഹ്നം പഠിച്ചു. അപ്പൊ ഇനി എന്താ മക്കള് ചെയ്യണ്ടെന്നറിയോ? താഴെ കണ്ടോ ഡോട്ട് ഇട്ടിട്ട് മാല എന്ന് എഴുതിയിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾ പെൻസിലോണ്ട് എഴുതണം മാല. നമ്മുടെ ടെക്സ്റ്റിൽ കണ്ടോ ഡോട്ട് ഇട്ടിട്ട് എഴുതണം. മാലയുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ മുകളിലേക്കൂടെ മാല എന്ന് എഴുതണം. ഓക്കെ, മോളിൽ നിന്ന് എഴുതടാ. മുകളിലേ കൂടെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അത് എഴുതുക. അപ്പൊ മാല, പാവ, പാത ആ 3 വേർഡ്സ് നമ്മളിപ്പോ പഠിച്ചു അല്ലെ? ചിഹ്നങ്ങൾ ചേർത്തിട്ട് എഴുതാൻ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അൻവിതയെല്ലാം ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഇഷാനും പാവ മാല പാതയും കൂടെ എഴുതിക്കോ ഇഷാനിക്കുട്ടി. ഓക്കെ, മാല മുഹമ്മദ് ഷാസിൽ വെരി ഗുഡ്. ഓക്കെ, റിയാൻ വെരി ഗുഡ്. അപ്പൊ എല്ലാ മക്കളും അത് പഠിച്ചു അല്ലെ? ആ എന്ന ചിഹ്നം യൂസ് ചെയ്യാൻ പഠിച്ചു. അപ്പൊ നമുക്ക് അടുത്ത ചിഹ്നത്തിലേക്ക് പോവാം അടുത്ത ക്ലാസ്സിലെ. അപ്പൊ പറ, തല, വല, മല ഇതൊക്കെ എഴുതാൻ പഠിക്കണേ. കാണാതെ അക്ഷരങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. എഴുതിയോ? യെസ്, ഓക്കെ വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടേ കേട്ടോ. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു മക്കളെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. ബൈ. ഓക്കെ, സി യു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ് തറയല്ല. ഇതൊക്കെ എഴുതി പഠിക്കണേ എല്ലാ മക്കളും.